ഹലോ. അപ്പൊ എന്തായാലും ദൃശ്യം മൂവിന്റെ റിലീസാണ്. അപ്പൊ നമുക്കൊരു ട്രെയിലർ ഡീകോഡിങ് നോക്കിയാലോ? സോ ഞാനൊരു മൂവി റിവ്യൂർ ഒന്നല്ല, എന്നാലൊരു ഞാനും. ത്രില്ലർ ഫാൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഓക്കെ റിവ്യൂ ചെയ്യാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ടൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ? ഉം. ഓക്കെ, Yeah. ദൃശ്യം 3, ദാറ്റ് ഈസ് ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലന്റ്. അതായത് 1ഉം 2വിനെ അപേക്ഷിച്ച് ഇതൊരു ഗിൽറ്റ്, അയാളുടെ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് പിടിച്ചിട്ടാണ് മൂവി പോകുന്നുണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാണാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയും. ഇയാൾ അവിടെ ഒരു കില്ലാടിയാണ്. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലി പറഞ്ഞത്? ജോർജോട്ട് തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. ജോർജ് ആളൊരു മോർ ലൈക്ലി ഒരു ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻവെസ്റ്റിഗേഷൻ പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രെയിലർ പോകുന്നത്. അവർ ഓരോരുത്തരായിട്ട് ഇന്റർവ്യൂ പോലെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അതൊരു സ്റ്റോറി പോലെ പ്ലോട്ട് ചെയ്യാനൊക്കെ പ്ലാൻ. ഫ്രം ദ ബിഗിനിങ് തൊട്ട് അവര് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്ത പോലെയാണ് ആ ഒരു പ്രൊസീജിയർ എൻറ്റയർലി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതെല്ലാം അയാളുടെ ഒരു ഇമോഷണൽ ഡാമേജ് സംഭവിച്ചു, അല്ലെങ്കിൽ ഇമോഷണൽ ലോൺലിറ്റി ആണ് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു മോളുടെ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സും വൈഫിന്റെ ആങ്സൈറ്റിയും ഇതെല്ലാം മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സ്റ്റിൽ അയാൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവസാനമല്ല എന്നുള്ളത്. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണെങ്കിൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനും ക്രിമിനലാണ്. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനെ കൂടുതൽ മീഡിയ വഴിയുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സ്റ്റോറി വരുമ്പോൾ ഉള്ള ഒരു പബ്ലിക് ഔട്ട്റേജും അതുവഴിയുള്ള അവരുടെ ഒരു റിയാക്ഷൻ, അതായത് ഇപ്പൊ എസ്തർ ആണെങ്കിലും മകളാണെങ്കിലും അത് കാണുമ്പോൾ ഉള്ള റിയാക്ഷനും കാര്യങ്ങളും നമുക്ക് സ്പെസിഫിക് ആയിട്ട് വീഡിയോയിൽ കാണാം. മാത്രമല്ല പിന്നെ ഐ വിറ്റ്നസ് ഉണ്ടല്ലോ ഫസ്റ്റ് പാർട്ട്, അതായത് സെക്കൻഡ് പാർട്ടിൽ വന്നിട്ടുണ്ടായ ഐ വിറ്റ്നസ് പുള്ളിന്റെ വൈഫ്. അതായത് മേ ബി ഈ പറയുന്ന പോലീസിന്റെ കിട്ടിയിരിക്കുന്ന 5 lakhs യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവര് കടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ബേക്കറി പോലത്തെ എന്തോ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ജോർജ് കുട്ടി ഈ പറയുന്ന ഐ വിറ്റ്നസിനെ ഡയറക്ട്ലി കാണാൻ വരുന്ന ഒരു സീൻ ഉണ്ട്. മേ ബി അത് സോഷ്യൽ മീഡിയ സ്റ്റോറി വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപും ആവാനായിരിക്കില്ലേ കൂടുതൽ ചാൻസ്. കാരണം എല്ലാത്തിനും മുമ്പ് തന്നെ പോകുന്ന ഒരാളാണ്, അതായത് എല്ലാത്തിനും മുമ്പേ വീക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അപ്പൊ മേ ബി അത് മുമ്പ് ആവാനായിരിക്കും. വീണ്ടും അയാൾ ഒരു പൊന്തി വരാതിരിക്കാൻ, അല്ലെങ്കിൽ അയാൾ വീണ്ടും കഥ പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും അയാൾ സ്വന്തം വരുതിയിലാക്കാൻ വേണ്ടി വന്നതായിരിക്കാം. വൈഫ് കാണുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. അത് മേ ബി പുള്ളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുമ്പോ, അതായത് വൈഫ് മേ ബി അതിലോട്ട് ഇന്റർഫിയർ ചെയ്യുന്ന ഒരു അവസ്ഥ. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു. എനിവേസ് ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണൽ ഇത് പ്ലോട്ട് പിടിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഇമോഷണൽ പ്ലോട്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ മറ്റേ, അതായത് ഈ ഡെഡ് ബോഡി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വാച്ച്മാനെ കാണിക്കില്ല, അതെല്ലാം ഈ സ്റ്റോറി വെച്ചിട്ട് തന്നെയാണ്. ഇവര് തുടക്കം തൊട്ട് ഈ പ്ലോട്ട് പോയത് മുഴുവൻ എങ്ങനെയാണ് ഈ ബോഡി പോയിട്ടുണ്ടാവുക എന്നുള്ള മിസ്സായത് വെച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് അവിടെ എത്തുന്നത്. മേ ബി അവിടെ വെച്ചിട്ട് അതെ, അത് ഇത് വന്നതിന് ശേഷം വരുന്നതായിരിക്കാം. അപ്പൊ അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ അവിടുത്തെ ലൊക്കേഷൻ വെച്ചിട്ട് ജോർജ് കുട്ടി കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണമെങ്കിൽ പോലീസിന് വേണമെങ്കിൽ കേസ് റീഓപ്പൺ ചെയ്യാം. അവിടെ നിന്നാണ് പിന്നെ ഇത് കാണിക്കുന്നുണ്ടല്ലോ, മുരളി ഗോപിയുടെ എല്ലാം എവിഡൻസും വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീൻ വരുന്നുണ്ട്. സോ പോലീസ് റീഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും എവിഡൻസ് ഒന്നും ഇല്ലാതെയാണ് റീഓപ്പണിങ്, അല്ലെങ്കിൽ കേസിന് DNA പോലും ഇല്ലാത്തൊരു ബോഡി വെച്ചിട്ട് അവർക്ക് ഒരിക്കലും റീഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ കിട്ടിയ ഡെഡ് ബോഡി ആണെങ്കിലും നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് വേറെ DNA സാമ്പിൾസ് ഒന്നും ഇല്ല. ഇല്ല. സോ അത് ആരുടെയാണെന്ന് കണ്ടുപിടിക്കാനും ഈ പറഞ്ഞ പോലെ എവിടെന്നാണ് എന്താണെന്ന് കണ്ടുപിടിക്കാനും കഷ്ടപ്പാടാണ്. മീഡിയ ത്രൂ ഉള്ള ഒരു പബ്ലിക് ഔട്ട്റേജ് ഉണ്ടായി. അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ജോർജ് കുട്ടി ആകെ 2-3 ഓപ്ഷൻസേ
ബാക്കിയുള്ളൂ. ഉം. അല്ലെങ്കിൽ അത് വഴി റീസ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഡിഫെൻഡ് ചെയ്യാൻ ആകെ 2-3 ഓപ്ഷൻസേ ഉള്ളൂ. ഉം. ഒന്ന് ഈ പബ്ലിക് ഔട്ട്റേജ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, ഇതൊരു ദൃശ്യം 3 എന്ന രീതിയിൽ ഇത് തന്നെ എൻഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ അവൾക്ക് കൺഫസ് ചെയ്യാം, പക്ഷെ ഇതൊരു പബ്ലിക്കലി കണ്ടിട്ട് ഒരു കൺഫസ് ചെയ്യാം. end എന്നുള്ളൊരു പോലെയാണ് ഈ മൂവി. അതെ, അത് പറഞ്ഞേ. ഒന്നില്ലെങ്കിൽ പബ്ലിക്കലി കൺഫസ് ചെയ്യാം, അല്ലെങ്കിൽ പോലീസിനെ അവരെ കൺവിൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടുന്ന് സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ പോലെ ഇത് അവസാനിക്കാൻ വേണ്ടി അയാൾക്ക് വേണമെങ്കിൽ ഫേക്ക് ഡെത്ത്, സ്വന്തം ഡെത്ത് ഫേക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഹസീൻ ദിൽരുബയൊക്കെ പോലെ ക്ലൈമാക്സിൽ ഫേക്ക് ഡെത്ത് കാണിച്ചിട്ട് വേണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അതിപ്പോ ഓൾറെഡി ഒരു മൂവിയിൽ വന്നിട്ടുള്ള ഒരു കോപ്പി പോലെ ആവില്ലേ? ഇല്ല, ഇത് ഒരിക്കലും ഇല്ല, എടുക്കും ഒരിക്കലും. തോന്നുന്നുണ്ടോ ഓഫ് അങ്ങനെ ഒരു കോഴ്സ് എടുക്കും. decision? എന്തെങ്കിലും ഒരു ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സിലൊരു എന്തായാലും ഒരു ട്വിസ്റ്റ് പക്ഷെ ഈ ഉറപ്പാണ്. കൺഫസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലും അതായത് കൺഫെഷൻ എന്ന് പറയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ എവിഡൻസ് വേണം. അല്ല, ഈ സോഷ്യൽ മീഡിയ വഴി കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ ആ. അത് വെച്ചിട്ട് പോലീസിന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? പക്ഷേ കൺഫെഷൻ എന്ന് പറയുന്നത് പുള്ളിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെയാണെങ്കിലും ഇതിന് സപ്പോർട്ട് ചെയ്യണ എവിഡൻസ് വേണം. പക്ഷെ ഇവിടെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരു ഇതിലും അല്ല, evidence ഇയാളെ ഇല്ല. ഞാൻ കൊന്നു അല്ലെങ്കിൽ ഡെഡ് ബോഡി ഞാനാണ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും റിലവന്റ് ആയിട്ടുള്ള കേസ് പോലീസിന് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ത്രൂ ഇത് എന്തെങ്കിലും റീഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ലോയർ എന്ന രീതിയിൽ എന്താ അഭിപ്രായം? അതായത് നമുക്ക് കൺഫെഷൻ എന്നുള്ളത് വാലിഡ് തന്നെയാണ്, പക്ഷെ അപ്പോഴാണെങ്കിലും കൺഫസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എവിഡൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണത് മാൻഡേറ്ററി ആണ്. അപ്പൊ ഒരു കുറ്റവാളി പബ്ലിക്കായിട്ട് വന്ന് ഞാൻ ഇന്റെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അയാളൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ലോയ്ക്ക്? അങ്ങനെയല്ല, അതിന് സപ്പോർട്ട് ചെയ്യണ എവിഡൻസ് വേണം. കുറ്റവാളി സമ്മതിച്ചു. എവിഡൻസ് എന്തായാലും 1 and 2 എല്ലാം നശിച്ചു പോയല്ലോ, പിന്നെ എവിഡൻസിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. മൂവ് ചെയ്യാം. ഓക്കെ. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരെന്നെ പറയുന്നതായിട്ടില്ലേ? അതെ, മീഡിയ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ അത് തന്നെയാണ് എന്റെ ചോദ്യമായിരുന്നത്. മീഡിയ ഇൻവെസ്റ്റിഗേഷൻ ത്രൂ പോകുമ്പോ തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എവിഡൻസിനെ പറ്റിട്ട് അവരിപ്പോ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. മേ ബി എവിഡൻസ് കിട്ടിയിട്ടായിരിക്കും ആ ഒരു കേസും. മേ ബി ഇതെല്ലാം ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലെയർ ആയിരിക്കും. ജോസഫ് ഇതല്ലാതെ ഒരു അപ്പുറത്തുള്ളൊരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ടാവും. അതെന്തായാലും ഈ ട്രെയിലറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകും. ട്രെയിലർ റിവീൽഡ് ആയിരിക്കില്ല അത്. അത് മേ ബി പറഞ്ഞ പോലെ മീഡിയ എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കാം പറയുന്നത്. വീഡിയോ കണ്ടവരെല്ലാരും പാനിക് ആവുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? അയാൾ അപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ പാസ്റ്റ് വീണ്ടും അയാളെ വേട്ടയാടും, അല്ലെങ്കിൽ അതിന്റെ എവിഡൻസുകൾ അയാളെ വേട്ടയാടുന്നു. സ്റ്റിൽ വേട്ടയാടി പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്. തോന്നുന്നുണ്ടോ? ചാൻസ് കുറവാണ്. ഇതിലിപ്പോ 2-3 പോസിബിലിറ്റി. ഒന്നില്ലെങ്കിൽ അയാൾക്ക് കൺഫസ് ചെയ്യാം, പോലീസിനോടും നാട്ടുകാരോടും കൺഫസ് ചെയ്ത് അവസാനിപ്പിക്കാം. വേറൊരു കാര്യം എനിക്കൊരു ഡൗട്ട് തോന്നിയത്, ഫസ്റ്റിലും സെക്കൻഡിലും ഇല്ലാത്ത പുതിയ ആരെങ്കിലും എങ്ങനെ ഏത് സൈഡിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് മനസ്സിലാവും. മേ ബി ഒരു 6th സെൻസ് ഒക്കെ പോലെ മേ ബി ഫുൾ ഒരു ഡിഫറെന്റ് പ്ലോട്ട് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. ക്ലൈമാക്സിൽ ഡിഫറെന്റ് പ്ലോട്ട് കൊടുത്താൽ അടുത്തൊരു ഇതിൽ വേണമെങ്കിൽ ഓപ്പണിംഗ് കിട്ടും. എക്സ്ട്രാ ഒരു മർഡർ കൂടി നടന്നിട്ടുണ്ട്, പക്ഷേ പ്ലോട്ട് വളരെ എക്സെപ്റ്റ് ഒക്കെ ചെയ്യും, പക്ഷെ വളരെ റെയർ ആണ് സംഭവിക്കാൻ. ഫേക്ക് ഡെത്ത് ക്രിയേറ്റ് അങ്ങനെയും രക്ഷപ്പെടാൻ വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. അതൊക്കെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഒരു പെർമനന്റ് സൊല്യൂഷൻ. അതെ 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 അതെ. ബാക്കിയുള്ള ഫാമിലി അപ്പോഴും ഇപ്പൊ നമ്മള് ഫസ്റ്റ് പാർട്ടാണെങ്കിലും സെക്കൻഡ് പാർട്ട് എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും അല്ല, കുറ്റം ചെയ്തു എന്ന് കൺഫസ് ചെയ്തിട്ട് അയാൾ ഇല്ലാതെ കഴിഞ്ഞ ഒരു പരിധി വരെ നിൽക്കും. പക്ഷെ ഇത് ഫാമിലിക്ക് ഇത് അറിയണ്ടല്ലോ എന്ത് കുറ്റം അതായത് ഈ പറയുന്ന അച്ഛൻ കുറ്റം ചെയ്തു എന്ന് ഭാര്യയ്ക്കും മക്കൾക്കും അറിയുന്നിടത്തോളം ഭാര്യയും മക്കളും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ അവർക്കും ഈ പറഞ്ഞ ഇല്ല, അവർക്ക് ഇതൊരു ഗിൽറ്റ് ഇല്ല. അവർക്ക് എല്ലാവർക്കും ഇമോഷണൽ ഡാമേജ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത്രയും നാൾ ഭാര്യനെയും മക്കളെയും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാള് ഒറ്റയടിക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക, അതായത് ചാൻസ് കുറവാണ്. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ്. പക്ഷേ ആൾക്കാർ എന്തായാലും ഒരു ലാസ്റ്റ് ഹാഫ് അവറിൽ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ചേഞ്ച് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും പടത്തിന് പോകേണ്ടത്. എന്തായാലും ഈ ഫസ്റ്റ് ഹാഫ് ഇപ്പൊ ഈ കാണിക്കുന്ന പോലത്തെ ഒരു ഇമോഷണൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ജോർജ് കുട്ടിനെ കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്തായാലും. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഇമോഷണൽ ആയിട്ട് കൊണ്ടുപോയി. ഇമോഷണൽ ആണെങ്കിൽ അല്ല, സ്റ്റിൽ അതിലൊരു ഇത് മറച്ചു വെച്ചിട്ട് തന്നെയാണ് ട്രെയിലർ പുറത്തിറങ്ങുള്ളൂ. ഓഫ് കോഴ്സ് ട്രെയിലറിലെല്ലാം റിവീൽ ചെയ്യില്ലല്ലോ. ഓക്കെ. അപ്പൊ എനിവേ നമുക്ക് എന്തായാലും മറ്റന്നാ കാണാൻ വേണ്ടി പോവാം. എനിവേ കൂൾ ഗുരു, ശുക്രിയ.